നമസ്കാരം. കൊടിയ പീഡനത്തിന്റെ രക്തസാക്ഷിയായി നമ്മെ വിട്ടുപിരിഞ്ഞ സിദ്ധാർത്ഥൻ. പൂക്കോട്ടെ മലമുകളിനും ഹോസ്റ്റലിനും പറയാനുള്ളത് ഭീകരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചായിരുന്നു പരസ്യ വിചാരണ. വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥനെ ഫോണിൽ വിളിച്ച് തിരികെ എത്താൻ പറയുന്നു. ഹോസ്റ്റലിലെ അലിഖിത നിയമമനുസരിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാം എന്നൊരു വാഗ്ദാനവും. SFIയുടെ സമാന്തര കോടതിയിൽ സിദ്ധാർത്ഥന് സംഭവിച്ചതോർക്കുമ്പോൾ കണ്ണീർ പൊഴിക്കാത്തവരുണ്ടാകില്ല. ബെൽറ്റും കേബിൾ വയറും ഉപയോഗിച്ച് ആ യുവാവിനെ തല്ലിച്ചതച്ചു. ഫെബ്രുവരി 16 തുടങ്ങിയ കൊടിയ മർദ്ദനം നീണ്ടത് പുലർച്ചെ 2 മണിവരെയാണ്. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് കോറിഡോറിലൂടെ നടത്തിച്ചു, നടുത്തളത്തിലെത്തിച്ചു. ചിന്തിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അത്രമേൽ ക്രൂരമായിരുന്നു സിദ്ധാർത്ഥന് അന്ന് സംഭവിച്ചത്. വിശദമായ റിപ്പോർട്ടിലൂടെ നമുക്കറിയാം അന്ന് അവിടെ നടന്നത് എന്താണ്, അതിനുശേഷം സംഭവിച്ചത് എന്താണ് എന്ന്. ഫെബ്രുവരി 15 രാവിലെയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ BVSC വിദ്യാർത്ഥി JS സിദ്ധാർത്ഥൻ താൻ വീട്ടിലേക്ക് വരികയാണെന്ന് അമ്മ ഷീബയെ വിളിച്ചു പറഞ്ഞത്. വൈകിട്ട് 6:30 ട്രെയിനിൽ കയറിയെന്നും അറിയിച്ചു. എന്നാൽ 16 പുലർച്ചെ 4 മണിക്ക് എറണാകുളത്തിറങ്ങി പൂക്കോട്ടേക്ക് മടങ്ങുകയാണെന്നറിഞ്ഞപ്പോൾ ആ അമ്മയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞതാണ്. കോളേജിൽ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് സഹപാഠി വിളിച്ചിട്ടുണ്ടെന്നായിരുന്നു സിദ്ധാർത്ഥന്റെ വിശദീകരണം. 18 ഉച്ചയ്ക്ക് 1:30 ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ സിദ്ധാർത്ഥനെ കണ്ടെത്തിയെന്നാണ് പിന്നെ പുറംലോകം അറിയുന്നത്. ജീവന് വേണ്ടി ആവുന്നത്ര ഉച്ചത്തിൽ യാചിച്ച സിദ്ധാർത്ഥന്റെ കരച്ചിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയാകെ അലയടിച്ചെന്ന വിവരം ഏറെ വൈകിയാണ് കേരളം കേട്ടത്. ഫെബ്രുവരി 14 ക്യാമ്പസിൽ സംഘടിപ്പിച്ച വാലന്റൈൻസ് ഡേ പരിപാടിക്കിടെ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തിന്റെ പേരിലാണത്രേ സിദ്ധാർത്ഥനെ സഹപാഠികൾ തന്നെ ക്യാമ്പസിലേക്ക് തിരിച്ചു വിളിച്ചത്. തുടർന്ന് സമാനതകളില്ലാത്ത ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളുമാണ് സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്നത്. ഫെബ്രുവരി 16 തന്നെ മർദ്ദനം ആരംഭിച്ചു. ആദ്യം സമീപത്തെ മലമുകളിൽ കൊണ്ടുപോയാണ് മർദ്ദിച്ചത്. തുടർന്ന് വാട്ടർ ടാങ്കിന് സമീപത്ത് വെച്ചും ഹോസ്റ്റലിലെ 21 നമ്പർ മുറിയിൽ വെച്ചും മർദ്ദനമേൽക്കേണ്ടി വന്നു. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഹോസ്റ്റൽ ഇടനാഴിയിലൂടെ പലതവണ നടത്തി. കഴുത്തിൽ പിടിച്ച് തൂക്കിയെടുത്തു. വയറിലും മുതുകത്തും പലതവണ ചവിട്ടി. ബെൽറ്റും ഗ്ലൂഗണ്ണിന്റെ വയറും ഉപയോഗിച്ചും സിദ്ധാർത്ഥനെ മർദ്ദിച്ചു. പരസ്യമായി മാപ്പ് പറയിപ്പിക്കുകയും സാങ്കല്പിക കസേരയിൽ ഇരുത്തിക്കുകയും ചെയ്തു. എത്രയോ വിദ്യാർത്ഥികൾ അത് കണ്ടുനിന്നു. ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ബാധ്യതയുള്ള ഡീനും വാർഡനുമൊന്നും സിദ്ധാർത്ഥന്റെ രോദനം കേട്ടതേയില്ല. സിദ്ധാർത്ഥൻ മരിച്ചു. അപരന്റെ ശബ്ദം സംഗീതം പോലെ കേട്ടാസ്വദിക്കുന്ന ഒരു സംഘടനയുടെ തണലിലാണത്രേ ഈ ക്രൂരതയത്രയും സിദ്ധാർത്ഥൻ ഏറ്റുവാങ്ങിയത്. ഞങ്ങളുടെ പൊന്നുമോനെ അവരെല്ലാം ചേർന്ന് അടിച്ചുകൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് പറഞ്ഞു കരയുന്ന ഒരമ്മയുടെ സങ്കടക്കടലിന് മുന്നിൽ കേരളം ഇപ്പോഴും തല കുനിച്ചു തന്നെ നിൽപ്പാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ക്രൂരമായ പീഡനമേറ്റുവാങ്ങിയാണ് സിദ്ധാർത്ഥന്റെ ജീവൻ പൊലിഞ്ഞതെന്ന് വ്യക്തമാക്കുന്ന ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടടക്കം പുറത്തു വന്നിരിക്കുന്നു. അതിന്റെ ഉള്ളടക്കം റിപ്പോർട്ടർ എന്ന പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. UGCക്ക് കൈമാറിയ റിപ്പോർട്ടിലെ സാക്ഷിമൊഴികൾ നൽകുന്നത് പീഡനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സിദ്ധാർത്ഥൻ അനുഭവിക്കേണ്ടി വന്നതെന്നാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. സുനിഷ അയലൂർ, TV പ്രസാദ്, ദീപക് മലയമ്മ, അൽ അമീൻ എന്നിവരാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. സുനിഷ അയലൂർ, CBI അന്വേഷണം സംബന്ധിച്ചുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ട ദിവസമാണ്. കുടുംബം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സർക്കാർ തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തരാണ് എന്ന് കുടുംബം പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. സുനിഷ പ്രസാദ്, ദീപക് മലയമ്മ. സുനിഷ, CBI അന്വേഷണം അതായിരുന്നു ആ കുടുംബത്തിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് അവർ നേരത്തെ മുതൽ പറഞ്ഞു തുടങ്ങി. അവിടെ എത്തിയ രാഷ്ട്രീയ നേതാക്കൾ ഉറപ്പുകൊടുത്തു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് വന്നിരുന്ന 1 മണിക്കൂറിനകം CBI അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള വിവരം പുറത്തേക്ക് വരികയാണ്. എത്രത്തോളം നിർണായകമാകും ഈ കേസിൽ CBI അന്വേഷണം? ആ അന്വേഷണത്തിലേക്ക് എത്തിയ വഴിയെന്ത്? ഇന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുൻപും അതിനുശേഷവും നമ്മളോട് പറഞ്ഞത് എന്തൊക്കെയാണ് സുനിഷ? മരിച്ച് 3 ആഴ്ച പിന്നിടുമ്പോഴാണ് ആ കുടുംബത്തിന് തൃപ്തികരമാകുന്നൊരു മറുപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ്. ഈ കുടുംബം ഈ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയതിന് പിന്നാലെ തന്നെ കൃത്യമായി പല കാര്യങ്ങളും എടുത്തെടുത്ത് ഉന്നയിച്ച് പറയുകയുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ സിദ്ധാർത്ഥന്റെ മരണം വെറും ഒരു ആത്മഹത്യ എന്ന രീതിയിലേക്ക് മാറ്റാൻ ചിലർ ശ്രമിച്ചു എന്നതായിരുന്നു. മറ്റൊരു കാര്യം, അന്വേഷണം, അതായത് ഡീൻ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല. തുടക്കം മുതൽ കുടുംബം പറയുന്ന
ഒരു പേരാണ് ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥ്, അതേസമയം തന്നെ അക്ഷയ് ഉൾപ്പെടെയുള്ള ചില സുഹൃത്തുക്കളുടെ പേര്. പക്ഷേ ഇവരൊന്നും തന്നെ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ എത്താത്തത് എന്തുകൊണ്ടാണ്, അവരെ പ്രതി ചേർക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ എണ്ണി കുടുംബം ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊന്നും ഒരു ഉത്തരം ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ തന്നെയാണ് മുഖ്യമന്ത്രിയെ ഇന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കാണാൻ കുടുംബം എത്തുകയും ചെയ്തത്. പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാവിലെയോടുകൂടി കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണുന്നു. മുഖ്യമന്ത്രിക്ക് മകൻ മരിച്ചതല്ല, മകൻ കൊന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വായിച്ചു കേൾപ്പിക്കുന്നു. മുഖ്യമന്ത്രി അത് ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നു. പിന്നീട് ഒരു CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം മാത്രമാണ് കുടുംബം മുന്നോട്ടേക്ക് വെച്ചത്. മുഖ്യമന്ത്രി അത് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. കുടുംബം ഈ സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി വീട്ടിലേക്ക് എത്തും മുന്നേ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് ഉത്തരവിറക്കുകയും ചെയ്യുന്നു. അത്തരത്തിലായിരുന്നു ഇന്നത്തെ രീതി. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിൽ വിശ്വാസമുണ്ട് എന്ന് കുടുംബം പറയുകയും ഉത്തരവിറക്കിയതിന് പിന്നാലെ തന്നെ തൃപ്തികരമാണ് എന്ന മറുപടി കുടുംബം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും CBI അന്വേഷണത്തിൽ മകന്റെ കൊലയാളികളെ കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. അതിൻ്റെ പ്രതീക്ഷ തന്നെയായിരുന്നു കുടുംബം നമ്മളോട് സംസാരിച്ചപ്പോഴൊക്കെ തന്നെയും മനസ്സിലായത്. ഇനി അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, CBIക്ക് അന്വേഷണം വിട്ടുകഴിഞ്ഞു, ഇനി ഈ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഡീനിന്റെയും അതേസമയം തന്നെ കാന്തനാഥിന്റെയും ഈ അസിസ്റ്റന്റ് വാർഡന്റെയും പേരുകളൊന്നും തന്നെ പ്രതിപ്പട്ടികയിൽ ഇല്ല എന്നതാണ്. അവരെ കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം എന്നത് പ്രധാനമായും ആവശ്യപ്പെടും. അതേസമയം തന്നെ അക്ഷയ്, ഈ സിദ്ധാർത്ഥിനെതിരെ നേരത്തെ കേസ് കൊടുത്തിരുന്ന ഒരു പെൺകുട്ടി, പരാതി കൊടുത്തിരുന്ന ഒരു പെൺകുട്ടി, ഇവരെയൊക്കെ തന്നെയും അന്വേഷണ പരിധിയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ആ കുടുംബം പ്രധാനമായും ആവശ്യപ്പെടുക. ഏതായാലും CBI എത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും, എന്താണ് ഇതിന് പിന്നിലെന്നത് അടക്കം വ്യക്തമാകുമെന്നതാണ്. ഒരുപക്ഷെ ഇന്ന് റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ട ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി ഡീനിന്റെയും കാന്തനാഥിന്റെയും ഒക്കെ തന്നെയും പങ്ക് വ്യക്തമാകുന്നുണ്ട്. ആരൊക്കെ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു, ഏതൊക്കെ രീതിയിൽ, ആർക്കൊക്കെ ഇതിൽ പങ്ക്, ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ എങ്ങനെ ഡീൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെയും ഇനി വരുന്ന ഘട്ടങ്ങളിൽ CBI അന്വേഷണത്തിൽ നിർണായകമാകും. ഇത് തങ്ങളുടെ മകന് നീതി കിട്ടാനുള്ള ഒരു വഴിയാണ് എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. സുജയ. ഓക്കെ സുനിഷ, കുടുംബത്തിനൊപ്പം തിരുവനന്തപുരത്ത് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പ്രതിനിധി സുനിഷ യെല്ലൂരാണ്. സുനിഷയിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിലേക്കാണ്. ആ കുടുംബത്തിന് ഈ 3 ആഴ്ചക്കിടയിൽ സുനിഷ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു വാക്കെങ്കിലും കേട്ടത് ഇന്നത്തെ ദിവസമാണ്. ശ്രീ ജയപ്രകാശ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയപ്രകാശ്, ഫെബ്രുവരി 16 എന്ന് പറയുന്നത് സിദ്ധാർത്ഥന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി മാറുകയായിരുന്നു. അന്ന് ആ 21 നമ്പർ മുറിയിൽ നടന്നത് എന്താണ് എന്നുള്ള വിവരങ്ങൾ ഇന്ന് പുറത്തു വരുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് CBIയെ അന്വേഷിക്കാൻ നിയോഗിക്കാമെന്ന ഒരു ഉറപ്പ് അങ്ങേക്ക് കിട്ടുന്നത്. CBIയുടെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടത് അന്ന് ആ രാത്രിയിൽ അവിടെ നടന്ന കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവർ കൂടിയല്ലേ? തീർച്ചയായും ഫെബ്രുവരി 16 മാത്രമല്ല, അന്ന് മുതൽ 16 മുതൽ 18 വരെ ആ മുറിയിലും അതിൻ്റെ പരിസരത്തും അതിൻ്റെ പാറയുടെ ഇടയിലും വാട്ടർ ടാങ്കിൻ്റെ ഇടയിലും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വളരെ മുന്നേ ഈ പോലീസ് അന്വേഷണം വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പറഞ്ഞതാണ്. അവിടെ എന്തൊക്കെ നടന്നു, അത് ആ രീതി കറക്റ്റായിട്ടാണ് നമ്മൾ എന്തു പറഞ്ഞോ വളരെ രീതിയിൽ വളരെ ശരിയായി വെക്കുന്നതാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടും വന്നത്. നമ്മൾ ഒന്നും ആരോപിച്ചിട്ടില്ല, ഒരു കുറ്റവും വെറുതെ ആരോപിച്ചതല്ല. വളരെ നല്ല രീതിയിലുള്ള റിപ്പോർട്ടാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിന് തന്നെ മനസ്സിലാവില്ല ഏത് രീതിയിലൊക്കെയുള്ള ക്രൂരത ഏറ്റുവാങ്ങിയെന്ന്. ഞാൻ ആ റിപ്പോർട്ട് കൂടുതലായിട്ട് ഇന്ന് ആൻറ്റി റാഗിൻ്റെ റിപ്പോർട്ട് കൂടുതലായിട്ട് വായിച്ചില്ല. ആദ്യത്തെ 1-2 ഹെഡിങ് വായിച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞ് വായിക്കാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണത്തിന് ഇത് നമുക്ക് സംശയമുള്ളത് കൊണ്ട്, വ്യക്തമായിട്ട് അറിവുള്ളത് കൊണ്ട് മാത്രമാണ് ഈ CBI അന്വേഷണം വേണമെന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങളായി ആവശ്യപ്പെടുന്നത്. ഡീനിൻ്റെ പങ്ക് വന്നിട്ടില്ല. അപ്പോൾ സനീഷ മുമ്പ് പറയുന്ന പോലെ ഡീനിൻ്റെ പങ്ക് ഇതിൽ വന്നിട്ടില്ല. അവരുടെ അസിസ്റ്റന്റ് വാർഡൻ്റെ നമ്മൾ ആരോപിച്ചതല്ല, നമ്മൾ ആവശ്യപ്പെട്ട ഒരു പങ്ക്, അവർ കുറ്റവാളികളാണ്, കൊലപാതകങ്ങളാണ്, കൊലപാതകത്തിൽ കൂട്ടുനിന്നാണ്. അവരെ പങ്ക് വന്നിട്ടില്ല. പ്രധാന പ്രതികൾ ഒരാളായ അക്ഷയുടെ പേര് ഒരിടത്തും വന്നിട്ടില്ല. അക്ഷയുടെ ലാസ്റ്റ് ഒന്ന് ഞാൻ കണ്ടു, സാക്ഷിയായിട്ടുള്ള ഒരു മൊഴിയെടുത്തു. സാക്ഷിയല്ല, പ്രധാന പ്രതിയാണ്. അത് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഡീന്, പിന്നെ ഈ പെൺകുട്ടി, പരാതി കൊടുത്ത പെൺകുട്ടി, അവനെ കൊല്ലപ്പെട്ടതിന് ശേഷം അതിന് പരാതി സ്വീകരിച്ച അതിൻ്റെ കംപ്ലൈൻറ്റ് കമ്മിറ്റിയുടെ ആൾക്കാർ, അവരുടെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ കുറച്ച് പ്രതികളെ പിടിച്ചു. അവർ യഥാർത്ഥ പ്രതികളാണ് ഞാൻ വിശ്വസിക്കുന്നു. അവർ മാത്രമല്ല, ഇനിയുമുണ്ട്. അതുകൊണ്ട് മാത്രമായില്ലല്ലോ. ഇവരുടെ എല്ലാം പങ്ക്, ഒരു ഗൂഢാലോചനയിൽ ഇവരെല്ലാം പങ്കുണ്ടല്ലോ. അന്ന് മാത്രം എന്നാലല്ലേ ഇതൊരു
പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. അവരൊന്നും വന്നിട്ടില്ല. വരാത്തതുകൊണ്ട് നമുക്ക് ഉറപ്പാണ് ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു രീതിയിലോട്ട് പോവില്ല. ചിലപ്പോൾ പ്രഷർ കാണുമായിരിക്കും ഉദ്യോഗസ്ഥന്, അത് നമുക്കറിയില്ല. അവരെല്ലാവരും സേഫാണ്. ഇത് ഇന്ന് വരയ്ക്കും അവരെല്ലാവരും സേഫാണ്. കാര്യം എന്നാൽ അവർ വെറും ഒരു സസ്പെൻഷനിൽ ഒതുങ്ങി. തീർച്ചയായും ശ്രീ ജയപ്രകാശ്, അങ്ങയുടെ മകൻ മാത്രമല്ല, കേരളത്തിന്റെ മകൻ ആയി തന്നെയാണ് സിദ്ധാർത്ഥ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൈം ടൈമിൽ ഈ വിഷയം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിഷയം ഇന്ന് എടുക്കുകയും അങ്ങയെ അതിഥിയായി വിളിക്കുകയും ചെയ്തത്. 15-ാം തീയതി ക്യാമ്പസിൽ നിന്ന് വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥിനൊപ്പം സൗദ് റിസാലും മുഹമ്മദ് ദാനിഷും ആദിത്യനും ഉണ്ടായിരുന്നു. ആ രാത്രി രഹൻ ബിനോയും അഭിജിത്തും സിദ്ധാർത്ഥിനോട് തിരിച്ചു വരാൻ ആവശ്യപ്പെടുകയാണ്. വീട്ടിലേക്കുള്ള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന സൗദ് റിസാലും മുഹമ്മദ് ദാനിഷും ആദിത്യനുമൊക്കെ സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്ന സംഘത്തിനൊപ്പം ചേരുകയും ഈ ക്വാഡ്രാങ്കിളിലുള്ള ഈ അതിക്രമം മുഴുവൻ കാണുകയും ചെയ്തിട്ടും ഒന്നും കണ്ടില്ല എന്നുള്ള ഒരു നിലപാടെടുക്കുന്നു. 130 കുട്ടികളുള്ള മെൻസ് ഹോസ്റ്റലിൽ 100 പേരെ നിശബ്ദരാക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അത് കേവലം ഏതാനും കുട്ടികളുടെ മാത്രം, അല്ലെങ്കിൽ ഈ ആക്രമിച്ചവരുടെ മാത്രം കയ്യിൽ നിൽക്കുന്ന കാര്യമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും കരുതുന്നില്ല. അത് 130ഓളം പേർ കണ്ടുകൊണ്ട് നിൽക്കുന്നു. 15-ാം തീയതി അവൻ എൻ്റെ മകൻ നാട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് പേര് അവരെ ഫോളോ ചെയ്തിട്ട് ഗൂഢാലോചന ഭാഗമായിട്ട് അതിവിദഗ്ധമായി തിരിച്ചു കൊണ്ടുപോയി അന്ന് മുതൽ മർദ്ദിക്കുന്നു. അത് യാദൃച്ഛികമായിട്ടുള്ള സംഭവമല്ലല്ലോ. അത് 130 പേരായി അവർക്ക് വായടപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിൽ എന്തുമാത്രം അവർ ആരെങ്കിലും ഭയക്കുന്നു, അതിൽ എന്തുമാത്രം അവർക്കുള്ള സ്വാധീനമുണ്ട്, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, എന്തുമാത്രം സ്വാധീനമുണ്ട് അത് വളരെ വ്യക്തമാണല്ലോ. 1-2 മണിക്കൂർ കൊണ്ട് നടന്നതല്ല, അല്ലെങ്കിൽ 1-2 ആൾക്കാർ ചെയ്തതല്ല. 3 ദിവസം തുടർച്ചയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുക. 130 കുട്ടികൾ 3 ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാം. രാത്രി അവിടെ നടക്കുന്നുണ്ട്, പകൽ വീണ്ടും കൊണ്ടുവരുന്നു, വീണ്ടും രാത്രി കൊണ്ട് മർദ്ദിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ എല്ലാവരും. അപ്പോൾ ഇത്രയും പേരെ അടപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണല്ലോ. നല്ല രീതിയിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഈ അക്രമം അവർ എക്സിക്യൂട്ട് ചെയ്തു. അതുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ആളുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അവരത് ചെയ്യില്ലല്ലോ. ഡീൻ നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റന്റ് വാർഡൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അക്രമങ്ങൾ നടന്നിട്ട് ഇവരാരും അതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ വളരെ ഭീകരമാണ് ശരിക്കും പറഞ്ഞാൽ. അത് വേറെ ഒരു രാജ്യത്ത് പോലും, സംസ്ഥാനം പോട്ടെ, വേറെ ക്രൂരമായിട്ടുള്ള നമുക്ക് ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഒരു യുദ്ധത്തടവുകാരനെ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. യുദ്ധത്തടവുകാരനെ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇത്രയും ചെയ്യുകയാണെങ്കിൽ ഈ 130 കുട്ടികൾ ഇനി അവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ആ കോളേജ് തന്നെ ഇനി തുറന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ മാത്രമല്ലല്ലോ അത് ചെയ്തിരിക്കുന്നത് കുറ്റക്കാർ. മുതിർന്ന അധ്യാപകരുണ്ട്, മുതിർന്ന എല്ലാ അധ്യാപകരുള്ള ആൾക്കാരുമുണ്ട്, എല്ലാ സംഘടന ആയിരിക്കാം. എന്നായിരുന്നാലും അവിടെ ഒരു ഇൻ്റർവ്യൂ നടത്തിയവർ എൻ്റെ മകൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അധ്യാപകർക്കുള്ള അപ്ഗ്രേഡ് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക ഡീനിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ. അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? ആർക്ക് ന്യായീകരിക്കാൻ പറ്റും? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പറയും ഇത് ന്യായീകരിക്കാൻ പറ്റുന്നതാണ് അത്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ അവർ നിസ്സാരവൽക്കരിച്ച് കൊണ്ടുപോകുന്നു. എൻ്റെ മകൻ ജീവന് വേണ്ടി അവിടെ പിടയുന്നു. അവർക്കൊന്നും ഒരു ആവശ്യമില്ല. അവർക്കൊക്കെ അവരോട് ആവശ്യം. അപ്പോൾ കണ്ട് രസിക്കുന്നു, പലരും കണ്ട് രസിക്കുന്നു. അതുകൊണ്ട് ആ കോളേജ് തന്നെ ഇനി പ്രവർത്തിക്കേണ്ട. മാത്രമല്ല ഇനി ഈ ഡീനും അവരെല്ലാവരും കൊലക്കുറ്റത്തിന് തന്നെ അവർക്ക് വിചാരണ നേരിടണം. ഇതിന് തൂക്കുകയറ് തന്നെ വേണം. ഈ പറയുന്ന പോലെ ഈ അപൂർവങ്ങളിൽ അത്യപൂർവം എന്നാണല്ലോ നമ്മൾ തൂക്കുകയറ് കൊടുക്കുന്നത്. ഇതിനപ്പുറം അത്യപൂർവമായിട്ട് എന്താണ് വേണ്ടത് ഞാൻ ചോദിക്കുന്നത്? ഇതിനപ്പുറം അത്യപൂർവമായിട്ട് എന്താ വേണ്ടത്? ഇന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ ആ റിപ്പോർട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഞാൻ വായിച്ചു. അങ്ങയോടത് ഒരു അച്ഛനോട്, തീർച്ചയായും അങ്ങയോട്, അതായത് ഒരു മകന്റെ അച്ഛനോട് മകനെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കൊലയാളി സംഘത്തെ പോലെ പെരുമാറിയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവരുടെ സഹപാഠിയോട്, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയോട് എങ്ങനെയൊക്കെയാണ് പെരുമാറിയതെന്ന് അതിൽ അക്കമിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതായത് കൊടിയ മർദ്ദന മുറകൾ അവർ പ്രയോഗിക്കുകയാണ് സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ. പിന്നീട് കൃഷ്ണലാലിന്റെ മുറിയിലേക്ക് പോകുന്ന 17-ാം തീയതി വരെയുള്ള ആ മണിക്കൂറുകൾ സിദ്ധാർത്ഥൻ എന്തൊക്കെ ഏറ്റുവാങ്ങി. ഭക്ഷണം തൊണ്ട പൊട്ടി ചോര വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു മകനെക്കുറിച്ച് അങ്ങയോട് വിവരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ അദ്ദേഹത്തോട് ആ കാര്യങ്ങൾ എടുത്തു പറയാത്തത്. അതിനെനിക്കും മാനസിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സിദ്ധാർത്ഥന് നീതി കിട്ടുന്നതുവരെ ഈ പോരാട്ടം തുടർന്നേ പറ്റൂ. CBI അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ മറുഭാഗത്തുള്ളവർ ശക്തരാണ്. അവർക്ക് ലഭിക്കുന്ന പിൻബലം ഈ ദിവസങ്ങളിലൊക്കെ അങ്ങും കണ്ടതല്ലേ?
ഉറപ്പായിട്ടും ഞാനത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാനത് പോകുന്നത്. അവർക്ക് നല്ല പിൻബലമുണ്ട്. നല്ല പിൻബലമില്ലെങ്കിൽ അവർ ഇതുവരെയും സേഫായി പോവില്ല. പ്രത്യേകിച്ച് ഡെയിനും അവിടുത്തെ ഈ പ്രതികളായി ചേർത്തിട്ടുള്ള എല്ലാവർക്കും നല്ല പിൻബലമുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്നവരാണ് അവർ. സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവർക്കുള്ള രാഷ്ട്രീയ പിന്തുണയാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ഇത്രയും നാൾ അറിഞ്ഞതിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിലൊന്നും എനിക്ക് യാതൊരു വിഷയവുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിൽ വിശ്വസിക്കുന്നു. ജനാധിപത്യമാണെങ്കിലും അതല്ലേ ഭരണപക്ഷമാണെങ്കിലും ഇപ്പോൾ ഭരണത്തിലാണെങ്കിലും നമ്മൾ അന്വേഷണം ഇപ്പോൾ CBI അന്വേഷണത്തിൽ ഇതുവരെയ്ക്കും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതിൽ പോരാടുക തന്നെ ചെയ്യുക. അല്ല CBI അന്വേഷണം വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഇതോടുകൂടി മതിയാക്കുന്നില്ല. അന്വേഷണം വന്നു, ശരി അന്വേഷിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അത് മതിയാക്കുന്നില്ല. തുടരുക, അങ്ങ് ദയവായി തുടരണം. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അങ്ങയുടെ ഈ സംഭാഷണം തുടങ്ങിയതിന് ശേഷമാണ് അനുശ്രീ ഈ ചർച്ചയിൽ എത്തുന്നത് നമുക്കൊപ്പം. അനുശ്രീ, SFIയുടെ ഭാഗത്തെ കുറ്റം എന്താണ് എന്നുള്ളത് ഞാൻ ആവർത്തിക്കുന്നില്ല. അവിടെ എന്താണ് അരങ്ങേറിയത് എന്നുള്ളത് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഓരോരുത്തരും എങ്ങനെയൊക്കെയുള്ള ക്രൂരതയാണ് സിദ്ധാർത്ഥനോട് കാണിച്ചതെന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇതിനെ ഇനിയും നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ അനുശ്രീ? അല്ല, ഞങ്ങള് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളാണ് പൂക്കോട് നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇനിയും ന്യായീകരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, ഈ വിഷയം വന്ന ഘട്ടം മുതൽ ഞങ്ങൾ ഇതിനെ യാതൊരു കാരണവശാലും ന്യായീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു, ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവത്തിൽ ഞങ്ങളുടെ 4 പ്രവർത്തകരല്ല, നേതൃത്വം അടങ്ങുന്ന 4 വിദ്യാർത്ഥികൾ അതിന്റെ ഭാഗമായി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഞങ്ങളുടെ സംഘടന മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട് ഏതൊരു സംഘടനയാണെങ്കിലും, SFI എന്നല്ല, രാഷ്ട്രീയം പറയുന്ന ഒരു സംഘടനയും മുന്നോട്ടേക്ക് വെക്കാൻ പാടില്ലാത്ത പ്രവണതകളാണ് അവിടെ അരങ്ങേറിയിട്ടുള്ളത്. ഈ പറയുന്നത് പോലെ ഇപ്പൊ സിദ്ധാർത്ഥിന്റെ പിതാവ് അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ട്. വളരെ വേദനയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങൾ ഇതിന് മറുപടി പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഈ വിഷയത്തിനകത്ത് ഇടപെട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യകതയായതുകൊണ്ട് തന്നെ ഈ സമയത്ത് പുറത്തേക്ക് വരുന്ന CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട തീരുമാനത്തെ ഞങ്ങൾ നിസ്സംശയം അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. കാരണം ഇത് തെളിയിക്കപ്പെടേണ്ടതും ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന 18 ആൾക്കാരുടെയും രാഷ്ട്രീയ പശ്ചാത്തലവും ഇതിന്റെ സാഹചര്യവും ഇവര് നടത്തിയ ക്രൂരകൃത്യത്തിന്റെ വളരെ ഗൗരവപരമായിട്ടുള്ള അന്വേഷണം നടത്തി അതിന് സുതാര്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് ആദ്യഘട്ടം മുതൽ ഞങ്ങൾ പറയുകയാണ്. ഞങ്ങൾ ഒരു ഘട്ടത്തിലും അതിനെ ന്യായീകരിക്കാനോ അതിൽ നിന്ന് മാറാനും തയ്യാറല്ല. ഞങ്ങൾ ഈ CBI അന്വേഷണം അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞതുപോലെ അവരെങ്ങനെയാണോ ഇതിനെ ഏത് രീതിയിലാണോ അന്വേഷണം വേണമെന്ന് ആഗ്രഹിക്കുന്നത്, അവർക്ക് എങ്ങനെയാണോ ആവശ്യമുള്ളത് അതിന് സമാനമായ രീതിയിൽ അന്വേഷണം നടക്കണം. ഇതിൽ ആരൊക്കെ ബന്ധപ്പെട്ടോ, ഉദ്യോഗസ്ഥരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതിൽ നിന്നും ഒരു ഘട്ടത്തിലും മുന്നോട്ടേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ന്യായീകരിക്കുന്നു എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇതിൽ ഏറ്റു പറയാൻ തയ്യാറാവുന്നത് ഞങ്ങളുടെ പ്രവർത്തകരെ അടക്കം ഞങ്ങൾക്ക് ഈ ക്രൂരകൃത്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റിയിട്ടില്ല. അതോടൊപ്പം തന്നെ രാഷ്ട്രീയം പറയുന്ന മറ്റു വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങനെ മോശപ്പെടുന്ന രീതിയിൽ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് അവരെ കാര്യമായിട്ട് ഇടപെടാൻ പറ്റിയില്ല എന്നത് ഞങ്ങളുടെ വലിയ പോരായ്മയാണ്. അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് അതിനെ കൊണ്ടുപോകുന്നതിന് SFI ആണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ലാത്തതുകൊണ്ട് തന്നെ പൂക്കോട് വെറ്ററിനറി കോളേജിൽ SFIയുടെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് അനുശ്രീ എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. ഇനിയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണോ അനുശ്രീ? അല്ല, ഞാൻ പറഞ്ഞു, എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഞാനത് ആവർത്തിച്ച് പറയാണ്, ന്യായീകരിക്കുക എന്നുള്ള രീതിയിലാണ് ഇതിനെ വളച്ചൊടിക്കുന്നത്. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ന്യായീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇത് നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്. SFI ഭരിക്കുന്നതെന്നല്ല, ഒരു ക്യാമ്പസിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്. ഇതിൽ അകപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളും അറസ്റ്റ് ചെയ്യപ്പെടണം എന്നതിന് അപ്പുറത്തേക്കുള്ള മറ്റൊരു ന്യായവും അല്ലെങ്കിൽ മറ്റൊരു വാദവും ഞങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നില്ല. ഞങ്ങൾ അദ്ദേഹത്തിന്റെ പിതാവിനെ അടക്കം നേരിട്ട് കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇതിൽ ഏതറ്റം വരെയുള്ള അന്വേഷണം നടക്കണം, സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കണം, ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ, എന്തൊക്കെ രീതിയിൽ. ഞങ്ങളിത് ഇപ്പോഴും പറയുകയാണ്, ഞങ്ങളതിനെ ന്യായീകരിക്കാനോ ഞങ്ങളതിൽ ആരെയും സംരക്ഷിക്കാനോ തയ്യാറല്ല. ഇവിടെയും ഞങ്ങളത് പറയാൻ തയ്യാറാണ്. സ്വാഭാവികമായിട്ട് CBI അന്വേഷണത്തെ ഞങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി ഏറ്റുവാങ്ങാനും തയ്യാറാണ്. ഇതാണ് അനുശ്രീ, അതൊരു നല്ല തീരുമാനം തന്നെയാണ്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഒറ്റ കാര്യം, ഹോസ്റ്റൽ മുറിയിൽ ചെഗുവേരയുടെ ചിത്രം സ്ഥാപിക്കണം, നിർബന്ധിച്ച് മുദ്രാവാക്യം വിളിപ്പിക്കും, SFI അല്ലെങ്കിൽ ആ ഹോസ്റ്റലിൽ താമസിക്കുന്നത് ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടോ എന്നത് കൂടി നിങ്ങൾ അന്വേഷിക്കണം. അങ്ങനെയൊന്നും ആരെയും അടിച്ചമർത്തി വെക്കാനുള്ളതല്ല അനുശ്രീ. വിദ്യാർത്ഥികൾ വരുന്നത് പഠിക്കാനാണ്, അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയം സ്വീകരിക്കട്ടെ. അവിടെ നിർബന്ധിച്ച് അല്ലെങ്കിൽ തങ്ങളോട് ചേർന്നില്ലെങ്കിൽ ആക്രമിക്കുന്ന രീതിയൊന്നും ശരിയല്ല എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ. അഭിപ്രായം പറഞ്ഞോട്ടെ.
സ്വാഭാവികമായിട്ടും SFI പൂക്കോട് മാത്രമല്ല നിരവധിയായിട്ടുള്ള ക്യാമ്പസുകളിൽ പഠിക്കുന്നുണ്ട്. പൂക്കോട് നടന്ന രാഷ്ട്രീയ രീതികൾ തെറ്റാണെങ്കിൽ അത് പരിശോധിക്കാനും അതല്ല ഞങ്ങളുടെ രീതി, അത് മാറ്റാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിന് ഞങ്ങൾക്ക് എവിടെയും മടിയില്ല. അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ല രാഷ്ട്രീയ അഭിപ്രായം എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു രീതി അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിച്ച് തിരുത്താൻ എവിടെയും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചല്ലോ. അങ്ങനെയല്ല വേണ്ടത്. വളരെ സർഗാത്മകമായിട്ടുള്ള സംവാദങ്ങൾ വേണം, നന്നായിട്ട് സംസാരിക്കാൻ, എതിർ രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ പറ്റണം എന്നൊക്കെയുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതില്ലാതെ വിദ്യാർത്ഥികളെ മാറ്റാൻ തയ്യാറാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയാം, ഞങ്ങൾ മാറ്റാൻ തയ്യാറാണ്, പരിശോധിക്കാൻ തയ്യാറാണ്. പക്ഷെ എങ്കിലും ഇവിടെ ഈ പറഞ്ഞതുപോലെ ആകെ SFI മോശമാണ്, SFI ആണ് ഇതിലൊക്കെ കാരണം എന്ന് പറയുന്നതോട് അംഗീകരിക്കാൻ പറ്റില്ല. ഇതിനപ്പുറത്തേക്ക് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇത് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം സിദ്ധാർത്ഥിന്റെ പിതാവ് അടക്കുന്നുണ്ട്. ഞാനിവിടെ മറ്റു താരതമ്യം മറ്റു കാര്യങ്ങളൊന്നും പറയുന്നതിന്റെ ഒരു ഔചിത്യക്കുറവിനെ കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കാതെ പോകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ അക്രമങ്ങൾക്ക് വിധേയപ്പെട്ട ഇരയാകേണ്ടി വന്ന സംഘടന SFI. ഞാനത് ആവർത്തിച്ച് പറയുന്നില്ല, അത് പറയാൻ മറ്റാരും തയ്യാറാവുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കാൻ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ വേദന അറിയാം. ഞങ്ങൾ ഈ അക്രമത്തിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായിട്ടുള്ള പ്രസ്ഥാനമല്ല. ഈ നടന്നിട്ടുള്ള സംഭവം ഈ അക്രമികളെ പൂർണ്ണമായും SFI തള്ളിക്കളയുകയാണോ, തള്ളി പറയുകയാണോ? ആ കൂട്ടത്തിൽ ഒരാളെങ്കിലും, ഇപ്പോൾ CBIയുടെ അന്വേഷണം വരട്ടെ, ഒരാളെങ്കിലും സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തുന്ന രീതിയിലാണോ ഈ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നതുപോലും അന്വേഷണത്തിലാണ് വെളിവാകേണ്ടത്. നമ്മൾ അതിലൊരു അനുമാനത്തിലേക്ക് എത്തുന്നില്ല. പക്ഷേ SFIയിൽ പെട്ടവരുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായും, ആ യൂണിറ്റിൽ തന്നെ അതിന് സഹായം നൽകിയവരുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ തയ്യാറാണോ അനുശ്രീ, സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ? ഈ ചോദ്യത്തിന് ഞങ്ങളുടെ പ്രസക്തിയില്ല. കാരണം ഞങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ സംഘടനയുടെ ഒരു ഘട്ടത്തിൽ അവരെ സംരക്ഷിക്കാൻ അവർ ഈ കമ്മിറ്റിയിൽ നിന്നില്ല. അവരുടെ സംഘടനാ മെമ്പർഷിപ്പ് അടക്കം ഞങ്ങൾ ഒഴിവാക്കി. അവരെ ഞങ്ങൾ സംരക്ഷിക്കാൻ, അവർ ഞങ്ങളുടെ പ്രാഥമിക അംഗത്വത്തിൽ പോലും ഉണ്ടാവില്ല എന്ന് ആദ്യഘട്ടം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അതിനോടൊപ്പം ഇവരടങ്ങുന്ന ഇതിന്റെ എല്ലാ ആരോപണ വിധേയർക്കെതിരായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഈ ചോദ്യത്തിൽ ഇവിടെ പ്രസക്തിയില്ല. കാരണം അവർ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല, ഈ സമയത്ത് അവരാരും ഞങ്ങളുടെ സംഘടനയിലില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റാരായിരുന്നാലും അവർ പുറത്തേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ശരി, അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്ന SFIയുടെ ആ നിലപാടിനെ അംഗീകരിക്കുന്നു. വളരെ നന്ദി അനുശ്രീ പ്രതികരിച്ചതിന്. അക്രമത്തെ SFI ന്യായീകരിക്കുന്നില്ല എന്ന് അനുശ്രീ പറഞ്ഞു കഴിഞ്ഞു. പിതാവിലേക്ക് പോകേണ്ടതുണ്ട്. സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് നമുക്കൊപ്പം തത്സമയം തുടരുകയാണ്. ശ്രീ ജയപ്രകാശ്, SFI നൽകുന്ന ഉറപ്പ് അങ്ങ് കേട്ട് കാണുമല്ലോ. ആ ക്യാമ്പസിൽ 3 or 4 പേർ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്ന് പറയുന്നത് പെട്ടു എന്ന് മനസ്സിലായ ഘട്ടത്തിലുമാണ്. അത് അങ്ങേക്കും അറിയാമല്ലോ ഈ 3 ആഴ്ച എന്തൊക്കെയാണ് നമ്മൾ കണ്ടതെന്ന്. അതെ, എനിക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാമല്ലോ ഇതാരാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്. ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് ഒരു രാഷ്ട്രീയം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് ആ താല്പര്യവുമില്ല. എന്നാലും പറയുകയാണ്, ആ സംഘടനയാണല്ലോ ഈ ക്രൂരകൃത്യം ചെയ്തത്. സംഘടനയാണ് എന്ന് ഞാൻ പറയാൻ കാരണം പറഞ്ഞാൽ ആ സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹികളാണ്. വെറും പ്രവർത്തകരല്ലല്ലോ, പ്രധാനപ്പെട്ട ഭാരവാഹികൾ, യൂണിറ്റ് സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചെയർമാനോ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഒരു സംഘടനയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ ഏത് സംഘടന ആയിക്കോട്ടെ, ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, ഞാൻ അതിൽ ഒരു പാർട്ടിയിലോട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല, എനിക്ക് രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ഒരു സംഘടനയിലുള്ള പ്രധാന ഭാരവാഹികളാണല്ലോ ചെയ്തേക്കുന്നത്, ബാക്കിയുള്ള പ്രവർത്തകർ. അപ്പം ഈ 4 പേര് അവർ സസ്പെൻഡ് ചെയ്തു, നല്ല കാര്യം. അപ്പം 4 പേരായിരിക്കും ഭാരവാഹികൾ. എല്ലാവർക്കും യൂണിറ്റ് സെക്രട്ടറി ആവാൻ പറ്റില്ല, എല്ലാവർക്കും ചെയർമാൻ ആവാൻ പറ്റില്ല. ഈ 18 പേരുണ്ടെങ്കിൽ എല്ലാവർക്കും ആവാൻ പറ്റില്ലല്ലോ. 4 പേര് നേതാക്കളുമായിരിക്കും, ബാക്കിയുള്ള അനുയായികൾ. അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. ഇപ്പോൾ അനുയായികൾ അവരാൾക്കാരാണോ എന്ന് എനിക്കങ്ങനെ തെളിയിക്കാൻ പറ്റും? എനിക്കത് തെളിയിക്കാൻ പറ്റില്ല. അവർ മെമ്പർഷിപ്പ് കാർഡ് എൻ്റെ കയ്യിലില്ല. മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കത്തിച്ച് കളഞ്ഞായിരിക്കും. പക്ഷേ അതിലെനിക്ക് പരാതിയൊന്നുമില്ല. അവരെ സംഘടനയെ തറതാഴ്ത്തി കാണിക്കണോ എന്നും ഞാൻ ഒന്നും പറയുന്നില്ല. അവർ പ്രവർത്തിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ പ്രധാനപ്പെട്ട പ്രതികളിൽ അവരെ ഭാരവാഹികളാണല്ലോ. അപ്പോൾ അവർക്ക് ഒഴിഞ്ഞു മാറാൻ എങ്ങനെ പറ്റും? കാരണം അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവരാണല്ലോ ഈ ക്രൂരകൃത്യം ചെയ്തത്. അത് ഏത് സംഘടന ആയിക്കോട്ടെ, ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, ഞാൻ ഇത് തന്നെ പറയും. എനിക്കല്ല പ്രത്യേകിച്ച് ഒരു പാർട്ടിയായിട്ട് വിരോധമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്രയും ദിവസം ആയിട്ട് അവർ 4 പേരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയും. 4 പേരെ സസ്പെൻഡ് ചെയ്യാനല്ലോ, ഈ ബാക്കിയുള്ള എല്ലാവരും പ്രവർത്തകരാണ്. അവരെന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യില്ല? അപ്പോൾ ഞാൻ പറയുന്നില്ല അവർ സസ്പെൻഡ് ചെയ്യുക, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ അന്വേഷണം ഞാൻ എങ്ങനെ ആവശ്യപ്പെട്ടു ആ രീതിയിൽ വന്ന് നിൽക്കുന്നു. ഇപ്പോൾ അവരും സ്വാഗതം ചെയ്യുന്നു. അനുശ്രീ പറഞ്ഞ പോലെ അവർ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, എനിക്കും അതിൻ്റെ തൃപ്തിയുണ്ട്, ഞാനും സ്വാഗതം ചെയ്യുന്നു. ഇത്രയും ദിവസം ഒന്ന് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ പ്രതികളെയൊക്കെ അപ്പോഴേ ആ സമയത്ത് തന്നെ പിടിക്കുമായിരുന്നു. പ്രൊട്ടക്ഷൻ ആ സമയത്ത് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അവരെ സംരക്ഷിക്കുന്നു എന്ന്. അതിൽ അതിൽ വളരെ വ്യക്തതയുണ്ട്, ഞാൻ ആരോപിച്ചതല്ല.
അതിൽ കുറച്ച് ഇൻസിഡൻറ്റ് നിങ്ങൾ കണ്ടതുമാണ്. ആരൊക്കെ സംരക്ഷിക്കാൻ പോയി, അല്ലെങ്കിൽ അവർ പോയപ്പോഴേ അവരെ ആര് കൂടെ പോയി എന്നുള്ളത് അതെല്ലാം നിങ്ങൾ കണ്ടതാണ്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഒരിക്കലും ഒരു ആരോപണം ഒന്നും പറഞ്ഞിട്ടുള്ളതല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഓരോ കാര്യങ്ങളും അതിൻ്റെ വളരെ വ്യക്തത കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ ആരാണ് സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഏത് നേതാവാണ് സംരക്ഷിക്കുന്നത് എന്ന് വരെ ഞാൻ വളരെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഈ പ്രതികളെ ഒന്ന് പിടിക്കുക, അതുകൊണ്ട് അവർക്കൊരു ഹിൻഡ് കൊടുക്കുക, അത് എന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് പറയേണ്ടി വന്നത്. അപ്പോൾ ഇവർ അവസാനം അന്വേഷണത്തെ സ്വാഗതം ചെയ്യുമെന്ന് പറയുന്നു. ഓക്കെ, നല്ലതാണ്. അവരും അതിന് സ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ, നല്ലതാണ്. പറ്റുമെങ്കിൽ അവർക്ക് അവിടെ യൂണിറ്റ് തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ പിരിച്ചു വിടും. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കുട്ടികളെ സ്വതന്ത്രമായിട്ട് പഠിക്കട്ടെ. അതെ, കലാലയങ്ങളിൽ രാഷ്ട്രീയമുണ്ട്. ശ്രീ ജയപ്രകാശ്, ഞാനും അത് തന്നെയാണ് അനുശ്രീയോട് ചോദിച്ചത്. കലാലയങ്ങളിൽ രാഷ്ട്രീയമുണ്ട്, പക്ഷേ അത് സർഗാത്മകമായ രാഷ്ട്രീയമാണ്. ആ രീതിയിലല്ലാതെ ഒരാളെ പരസ്യ വിചാരണ ചെയ്ത് മരണത്തിലേക്ക് എത്തിക്കുന്ന രാഷ്ട്രീയമുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല ഒരു കലാലയത്തിൽ. ഞാൻ അതുകൊണ്ടാണ് അക്കാര്യം എടുത്തു പറഞ്ഞത്. അപ്പോൾ അത് അപ്രസക്തമാണ്, ഞങ്ങൾ നടപടിയെടുത്തല്ലോ, ഞങ്ങൾ പുറത്താക്കിയല്ലോ, ഞങ്ങൾ അവരുമായി ചേരുന്നില്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അനുശ്രീയോട് എനിക്ക് തർക്കിക്കേണ്ടി വന്നത്. ഞാനത് തർക്കിച്ചത് എനിക്ക് വേണ്ടിയല്ല, സിദ്ധാർത്ഥന് വേണ്ടിയാണ്. അങ്ങേക്കത് മനസ്സിലായി കാണുമല്ലോ. തീർച്ചയായും എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് പറയുന്നത്. എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരുടെ രാഷ്ട്രീയം വേണമെങ്കിൽ അവർക്ക് പ്രവർത്തനം വേണമെങ്കിൽ പ്രവർത്തിച്ചോട്ടെ, നല്ല കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കൂ. ഓക്കെ, കോളേജിൽ ഒരു അടിസ്ഥാന സൗകര്യമില്ല, അല്ലെങ്കിൽ അവർക്കൊരു നല്ല ബിൽഡിംഗ് ഇല്ല, അല്ലെങ്കിൽ ആഹാരം മോശമാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഈ ഒരു രാഷ്ട്രീയം ഉപയോഗിക്കും കലാലയങ്ങളിൽ. എൻ്റെ അഭിപ്രായമാണ്, ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അതിനുവേണ്ടി ശബ്ദം ഉയർത്തും. അത് നല്ലതാണ്, നല്ല കാര്യമാണ്. എന്തിനാ ഇങ്ങനെ ഒരു മനുഷ്യരെ ഇങ്ങനെ ഒരു ഇത്ര ക്രൂരമായി തല്ലിക്കൊല്ലുന്ന രീതിയിലോട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ആരായിരുന്നല്ലോ അത് വേണ്ട, ഒരിക്കലും അത് വേണ്ടെന്നാണ് എൻ്റെ അഭ്യർത്ഥനയാണ്. ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ കണ്ടുകൊണ്ടിരുന്ന 400-ഓളം കുട്ടികളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം കല്ല് ഹൃദയമായിട്ട് ഇനി പിന്നെ അവരവിടെ പഠിക്കേണ്ട കാര്യം എന്തോന്നാ? അവരവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ട് അവിടെ പഠിക്കേണ്ട ആവശ്യമില്ലെന്നല്ല, കോളേജ് തന്നെ തുറക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഒരു കാര്യം കൂടെ പറയണം. അവിടെ ഒരു 4-5 വർഷത്തിന് മുമ്പ് ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 2019 മുതൽ ഇതുവരെയുള്ള അവിടെ കുറച്ച് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. അനുശ്രീക്ക് അറിയാമോ എന്നറിയില്ല, ചെക്ക് ചെയ്താൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാമായിരിക്കും. ഒരു ഒരു മരണം നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം. കുറച്ച് മരണങ്ങൾ നടന്നിട്ടുണ്ട്, ഒരു ആത്മഹത്യകളും മരണങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. ആക്സിഡൻറ്റുകളെല്ലാം ഒന്ന് അന്വേഷിക്കണം. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കണം. അല്ലെങ്കിൽ ഈ വരുന്ന CBI അന്വേഷണ പരിധിയിലോട്ട് കൊണ്ടുവരിക. നിങ്ങൾ തന്നെ ആവശ്യപ്പെടുക. ഇത്രയും പറഞ്ഞല്ലോ, ഞാൻ പറയുന്നു, അനുശ്രീ തന്നെ ആവശ്യപ്പെടുക. ഇവിടെ കുറച്ച് മരണങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്, നമ്മളെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണെന്ന് പറഞ്ഞിട്ട് താങ്കൾ തന്നെ ഒന്ന് ആവശ്യപ്പെടൂ. CBI വരികയാണെങ്കിൽ, ആര് വരികയാണെങ്കിലും, ഇത്രയും മരണങ്ങൾ ആ സമയത്ത് അവിടെ ആരാണ് ഈ സംഘടനയുടെ നേതാവ്, ആ സമയത്ത് ആരായിരുന്നു അവിടുത്തെ ഡീന്, അവിടുത്തെ മുതിർന്ന അധ്യാപകർ, അവരെല്ലാം അന്വേഷണ പരിധിയിൽ കൊണ്ടുവരട്ടെ. കുറച്ച് വ്യക്തത വരുമല്ലോ. അവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കുറച്ചും കൂടെ ഒരു ധൈര്യം വരും. അവിടെ ഇനി പഠിക്കാനോ അല്ലെങ്കിൽ പഠിക്കണോ വേണ്ടേ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ എടുക്കാൻ തന്നെ ഇനി പേടിക്കുമോ അവിടെ പഠിക്കാനായിട്ട്? അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉള്ള ബാച്ചുകൾ അവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ അഭ്യർത്ഥനയാണ് പറഞ്ഞത്. ഈ ഒരു കാര്യവും കൂടെ അനുശ്രീയുടെ ഭാഗത്തു നിന്നൊന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിക്കും അതൊരു നല്ലൊരു നീക്കമായിരിക്കും. ഈ 4-5 വർഷത്തിന് ഇങ്ങോട്ടുള്ള ഒരു 6 വർഷത്തിന് ഇങ്ങോട്ടുള്ള അവിടുത്തെ മരണങ്ങളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ ഒരു ആരോപണമല്ല, ഞാൻ അഭ്യർത്ഥിക്കുക, താങ്കളോട് അഭ്യർത്ഥിക്കുക. ഇതും കൂടെ അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പ്രകടനം നടത്തൂ, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഈ പരിധി ഇതും കൂടെ അന്വേഷിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ ശ്രീ ജയപ്രകാശ്, ഒരു കാര്യം കൂടിയുണ്ടല്ലോ. ഇതിൽ സിദ്ധാർത്ഥിനെതിരെയുള്ള പരാതി വരുന്നത് അത് മരണശേഷമാണ്. ഇപ്പോൾ അനുശ്രീ പറഞ്ഞതുപോലെ കൃത്യമായി എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായാണ് നടന്നതെങ്കിൽ ഈ പരാതിയുടേതടക്കമുള്ള കാര്യങ്ങൾ അതൊരു ഭാഗത്ത് നിൽക്കുകയാണ്. സിദ്ധാർത്ഥിനെതിരെയുള്ള പരാതിക്കാരി, അങ്ങനെ ഡീനും VCയും തമ്മിലുള്ള പരസ്പരം പഴിചാരൽ, അസിസ്റ്റന്റ് വാർഡൻ സ്ഥിരമായി ഓരോ ദിവസത്തെയും കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടയാൾ അത് വ്യക്തമാക്കിയോ, കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിച്ചോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും എല്ലായിടത്തും പൊരുത്തക്കേടുകളാണ്. അടിമുടി ദുരൂഹത. അതാണ് അവിടെ പൂക്കോട് നമ്മൾ എത്തുമ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ CBI അന്വേഷണത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും നീങ്ങേണ്ട പൊരുത്തക്കേടുകൾ ഏതൊക്കെയാണെന്നാണ് അങ്ങ് കരുതുന്നത്? അതിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നൊന്നല്ല, പ്രധാനമായിട്ടുള്ളതിലൊന്ന് എന്ന് പറയാം. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഇയർ മുതൽ അവൻ്റെ കൊലപാതകം വരെ, അവൻ്റെ ഹോസ്പിറ്റലിൽ അവൻ്റെ ബോഡി കൊണ്ടുപോയത്
ഉള്ള ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ്റെ ഏറ്റവും വലിയ ഒരു കൂട്ടുകാരൻ, അവൻ്റെ അമ്മയ്ക്കും ഉണ്ട്, അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, മോനെ എന്ന് വിളിച്ചുകൊണ്ട് കിടന്ന അക്ഷയ്. ഇതുവരെയ്ക്കും ഇത് വന്നിട്ടില്ല. ഞാനത് അന്വേഷണ ഉദ്യോഗസ്ഥർ 2 പ്രാവശ്യം ഞാൻ മൊഴി കൊടുത്തതാണ്. അവർ ഈ കൊലപാതകത്തിൽ വ്യക്തമായ പങ്കുണ്ട് ഗൂഢാലോചനയിൽ. ഇതുവരെയ്ക്കും അക്ഷയുടെ പേര് വന്നിട്ടില്ല. ഇത് ആരോപണമല്ല, വ്യക്തമായ തെളിവുണ്ട്. രണ്ടാമത് ഈ ഡീന്, അസിസ്റ്റന്റ് വാർഡന് കാന്തനാഥ് ഇതുവരെയ്ക്കും അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല. ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അവർ പങ്ക് പറയുന്നുണ്ട്. ഞാനും ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, വെറും ഒരു സസ്പെൻഷനിൽ ഒതുക്കി അങ്ങ് നിർത്തിയേക്കുക. കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹം വേറെ ഏതെങ്കിലും ജോലിക്ക് കയറുമായിരിക്കും. നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നില്ലല്ലോ, ഇയാൾ വേറെ ജോലിക്ക് കയറുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അത് ഈ വളരെ വ്യക്തമാണ്. ഈ അന്വേഷണ ആരാണ് അന്വേഷിക്കാൻ വരുന്നത്, അവർ തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കണം. ഇതിൽ ഡിസ്മിസൽ ചെയ്ത് സർവീസിൽ നിന്ന് മാറ്റി നിർത്തി തന്നെ അവരെ അന്വേഷണ വിധേയരാക്കണം. സർവീസിൽ വേണ്ട. അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി ആർക്കാണ് പരാതി കൊടുത്തത്? അവൻ്റെ മരണശേഷം, അവൻ്റെ കൊലപാതകത്തിന് ശേഷം പരാതി കൊടുത്തത് അവിടുത്തെ സംഘടനയ്ക്കാണ്. അവർക്ക് ഇത്ര ധാർമ്മികത ഉണ്ടെങ്കിൽ ആ സംഘടന എന്തുകൊണ്ട് പറഞ്ഞില്ല, മരണശേഷം ഒരാൾ മരിച്ചുപോയി, ഇനി പരാതി കൊടുത്തിട്ട് കാര്യമില്ല, എന്തിനാണ് പരാതി കൊടുക്കുന്നത്? അത്ര ധാർമ്മികത ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ചിന്തിക്കാത്തത്? പെൺകുട്ടി ആദ്യം കൊടുക്കുന്നത് അവർ സംഘടനയ്ക്കല്ലേ? ആ സംഘടനയിൽ നിന്നാണല്ലോ അവിടുത്തെ കംപ്ലയിൻറ്റ് കമ്മിറ്റിക്ക് പോകുന്നത്. ഈ അവിടുത്തെ ചെയർമാനോ അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി, അവർക്കാണല്ലോ ആദ്യം കംപ്ലൈന്റ് കൊടുത്തത്. ശ്രീ ജയപ്രകാശ്, അവിടെയാണ് ഒരു കാര്യം കൂടിയുള്ളത്. ശ്രീ ജയപ്രകാശ്, അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. സിദ്ധാർത്ഥനെതിരെ വിദ്യാർത്ഥിനി നൽകിയ പരാതി അന്വേഷിക്കാനായിട്ടുള്ള ഈ ആഭ്യന്തര പ്രശ്നപരിഹാര സമിതി ഉണ്ടല്ലോ, ICCയിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, കോളേജ് 2ാം വർഷ വിദ്യാർത്ഥി അഭിഷേക് S, അത് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയാണ്. അഭിഷേക് S അടക്കമുള്ള ഒരു സമിതിയുടെ മുന്നിലേക്കാണ് ഈ പരാതി പോകുന്നത്. മോശമായി പെരുമാറിയെന്ന് കാട്ടി പരാതിപ്പെട്ടത് മരണശേഷമാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളൊക്കെ പുറത്തു വന്നതാണ്. വുമൻ സെല്ലിൽ പരാതിക്കാരിയുടെ സുഹൃത്ത് മുഖേന പരാതി കിട്ടുന്നത് എന്നാണ്? ഫെബ്രുവരി 19-ാം തീയതിയാണ്. ICCക്ക് കൈമാറിയത് 20-നാണ്. ഇതൊക്കെ ആഭ്യന്തര പരാതി സെല്ലിലെ അംഗങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ഓരോ ഇടത്തും തെളിവുകൾ ചമയ്ക്കുന്നതിനായി അടക്കം നടത്തിയ ഇടപെടലുകൾ കൂടി പുറത്തു വരണ്ടേ CBI അന്വേഷണത്തിൽ? തീർച്ചയായും വേണം. അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഈ ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളായിരുന്നു. വളരെ കറക്റ്റായിട്ട് ആ സ്ക്വാഡ് അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൽ ആ കോളേജിലുള്ള ആൻറ്റി റാഗിംഗ് സ്ക്വാഡിലുള്ള ഒരാളാണ് ഈ അഭിഷേക് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് മുമ്പേ കൊണ്ടുപോകുന്നത് അവരുടെ നേതാവ്, സംഘടനയുടെ നേതാവ്, അദ്ദേഹത്തിന് മുമ്പേ ഈ പരാതി കൊണ്ടുപോകുന്നത്. കൊല്ലപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ മരിച്ചു പോയതിന് ശേഷം എന്തിനായി ഇത് സ്വീകരിക്കുന്നത്? അവർക്ക് പറഞ്ഞുകൂടെ സ്വീകരിച്ചു? അപ്പോൾ അതിന് അവരുടെ ഈ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇതിൽ മുന്നോട്ട് കൊണ്ടുപോയ ഉദ്യോഗസ്ഥർ, സഹായിച്ച ഉദ്യോഗസ്ഥർ, അവരും കൂടെ ഈ കൊലപാതകത്തിൽ പങ്കാണല്ലോ. ആ പങ്കുള്ളത് കൊണ്ടാണല്ലോ ഇവർ ഈ പരാതിയും കൊണ്ടുപോയി എങ്ങനെയെങ്കിലും ഇതിന് ഒരു പെണ്ണ് കേസ്, അവർക്ക് ചെക്ക പൈസ പറഞ്ഞാലും ഒരു പെണ്ണ് കേസായിട്ട് മാറ്റണം, ഇവർക്ക് എല്ലാവർക്കും മാറ്റണം. അപ്പോൾ ഇവർ മാത്രമല്ലല്ലോ, ഈ പറഞ്ഞ ഈ സംഘടനയിലുള്ള ഈ നേതാക്കൾ മാത്രമല്ല, അതിലുള്ള ഏതെങ്കിലും കമ്മിറ്റി അംഗം, അവർ ഉദ്യോഗസ്ഥരുണ്ടോ, അവരുൾപ്പെടെ ഇതിൽ കൊലപാതകത്തിൽ പ്രതിയാണ്. ഗൂഢാലോചനയിൽ ഒന്നാം പ്രതി നിന്നില്ല, ഗൂഢാലോചനയിൽ മുഖ്യപ്രതിയിൽ ഒരാളായിട്ട് ഈ പെൺകുട്ടിയെയും പ്രതി ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 2ാമത്തെ മൊഴിയെടുത്തപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. ഇതുവരെയ്ക്കും ആ പെൺകുട്ടിയുടെ പേര് പോലും വന്നിട്ടില്ല. എന്താ വരാത്തത്? പെൺകുട്ടിയല്ല പരാതിക്കാരി. വെളിപ്പെടുത്തു പരാതിയായിട്ട്, എനിക്കിത് പരാതി ഉണ്ടെന്ന്. ഒരു പ്രാവശ്യം പരാതി കഴിഞ്ഞിട്ട് എന്താ പെൺകുട്ടിയെ വിളിച്ചു കളയുന്നത്? പരാതി പറയട്ടെ. ഈ പരാതി മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ള ഈ നേതാക്കന്മാരെല്ലാവരും ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് അവരിത് കൊണ്ടുപോയത്? അത്ര ധാർമ്മികതയാണെങ്കിൽ ഈ അവർ പറയണമല്ലോ, ഇനി കൊണ്ടുപോകണ്ട, ഈ പരാതി കൊണ്ടുപോകണ്ട, ആൾ പോയി, ആൾ വിട്ടുപോയി, ഇനി പരാതി കൊണ്ടുപോകണ്ട. അപ്പോൾ അല്പകൊല്ലം ചിന്തിക്കുന്നവർക്ക് അറിയാമല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പരാതി മുമ്പോട്ട് കൊണ്ടുപോയത്? അതിനെല്ലാം നല്ല ഗൂഢാലോചന ഉണ്ടല്ലോ, അതിനെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടി. ശ്രീ ജയപ്രകാശ്, ഈ പരാതി കിട്ടിയതിനു ശേഷം 2 തവണ ICC യോഗം ചേർന്നിട്ടുണ്ട്. സിദ്ധാർത്ഥൻ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് കാണിച്ചുള്ള ഈ പരാതി ICCക്ക് ലഭിച്ചതിന് ശേഷം 2 തവണ യോഗം ചേരുന്നു. ഫെബ്രുവരി 20-ാം തീയതിയും 26-ാം തീയതിയും. ഈ പരാതി അവസാനിപ്പിക്കുന്നത് സിദ്ധാർത്ഥൻ മരിച്ചതിനാൽ പരാതിയിൽ തീർപ്പുണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ 8 അംഗങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ഒപ്പുവെച്ച 8 പേർക്കും ഈ പരാതിയുടെ നിജസ്ഥിതി, അതിൽ കോളേജ് അധികൃതരടക്കം അറിഞ്ഞുകൊണ്ടാണോ ഈ പരാതിയിന്മേൽ സിറ്റിംഗ് നടത്തിയത്? അങ്ങനെയുള്ള കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരേണ്ടതല്ലേ? തീർച്ചയായും പരാതിയുടെ നിജസ്ഥിതി മാത്രമല്ല, ഈ 8 പേർക്കും ഈ കോളേജ് അധികൃതർക്കും ആരൊക്കെ ഇതിൽ ഒപ്പുവെച്ചു, അവർക്കെല്ലാവർക്കും ഈ കൊലപാതകത്തിൽ ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഉള്ള പങ്കുണ്ട്. അത് അവർക്ക് മൂടി വയ്ക്കണം. ഇല്ലെങ്കിൽ അവർ 20-ാം തീയതി ഇതിനെ കൂടെ ഒരു കമ്മിറ്റി കൂടെയുടെ കാര്യം തോന്നുന്നത്, അവർക്ക് മീറ്റിംഗ് കൂടെയുടെ കാര്യം തോന്നുക, വേറെ കാര്യമൊന്നും അല്ലല്ലോ. വേറെ ഒരു മനുഷ്യൻ്റെ വിൽപത്രം തയ്യാറാക്കേണ്ട കാര്യമല്ലല്ലോ ഇത്.
മരണപ്പെട്ടു പോയി, കൊല്ലപ്പെട്ടു പോയി. ആ വിദ്യാർത്ഥിയുടെ ആ ഒരു മനുഷ്യൻ്റെ പേരിലുള്ള ഒരു കംപ്ലൈൻറ്റ്, അല്ല ഉപദ്രവിച്ചു എന്നുള്ള കംപ്ലൈൻറ്റ് ഓക്കെ തെളിയിച്ച് കഴിഞ്ഞാലും അതിൽ നിന്ന് അവർക്ക് എന്താ ലാഭം കിട്ടുന്നത്? അതാ മനസ്സിലാവാത്തത്. 20-ാം തീയതി കൂടുന്നു, 18-ാം തീയതിയാണ് കൊല്ലപ്പെടുന്നത്. അവർ 20-ാം തീയതി കൂടുന്നു കമ്മിറ്റി, 20-ാം തീയതി കൂടിയിട്ട് അവർക്ക് എന്താ ഒരു തീരുമാനത്തിലോട്ട് എത്തണമോ? 20-ാം തീയതി കമ്മിറ്റി കൂടിയിട്ട് കുറ്റക്കാരാണ് കണ്ടു കഴിഞ്ഞിട്ട് എന്താ അവരുടെ ഉദ്ദേശം? കാരണം കണ്ടു കഴിഞ്ഞിട്ട് എന്താ അവർക്ക് ചെയ്യേണ്ടത്? വീണ്ടും എൻ്റെ മകനെ ശിക്ഷിക്കണോ? അതാണ് മനസ്സിലാവാത്തത്. ഇത്രയും കഴിഞ്ഞിട്ട് എന്താ മകനെ വീണ്ടും ശിക്ഷിക്കണോ? ഈ 20-ാം തീയതി കഴിഞ്ഞിട്ട്, ഈ 18-ാം തീയതി മരണം കഴിഞ്ഞിട്ട്. അപ്പോഴവർക്കിത് വ്യക്തമായ ഒരു അജണ്ട ഉണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. ആ സൈൻ ചെയ്തിട്ടുള്ള 8 പേരോ അതിൽ കൂടെ നിന്ന് എവിടെ വെച്ചാണ് അവർ കമ്മിറ്റി എടുത്തത്, ആരൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. CBI അത് കണ്ടുപിടിക്കും. ഈ കൊലപാതകത്തിൽ ഇവർക്കെല്ലാവർക്കും വ്യക്തമായ പങ്കുണ്ട്, ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള വ്യക്തമായ പങ്കുണ്ട്. എൻ്റെ ഒരു 80% നിഗമനത്തിൽ അവർക്ക് ഡയറക്റ്റായിട്ട് തന്നെ പങ്കുണ്ട് എന്നാണ്. ഇല്ലെങ്കിൽ അവർ ഇങ്ങനത്തെ ഒരു വേല ഒരിക്കലും ചെയ്യില്ല. കൊല്ലപ്പെട്ട് കഴിഞ്ഞവനെ വീണ്ടും കൊല്ലുക എന്നുള്ളത് എനിക്ക് ഇത് കേട്ടുകേൾവില്ലാത്തൊരു സംഭവം. അവർക്ക് കൊന്നു മതിയായില്ല, പിന്നെ വീണ്ടും കൊല്ലണം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒരുപാട് ദുരൂഹതകൾ ഇതിൽ പുറത്ത് കൊണ്ടുവരണം. വെറുതെ ഇത്ര പേര് ആക്രമിച്ചു, മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് മാത്രം പറ്റില്ല. എല്ലാ ഗൂഢാലോചനയും പുറത്തു വരണം. അങ്ങയുടെ ഈ പോരാട്ടത്തിനൊപ്പം ഞങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് റിപ്പോർട്ടർ ഈ സമയം അങ്ങയെ വിളിച്ചിരുത്തുകയും ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്യുകയും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഞങ്ങൾക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ശ്രീ ജയപ്രകാശ്. സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശാണ് ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം സംസാരിച്ചത്. വെളിപ്പെടേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്, അതിന് പിന്നാലെയുള്ള അന്വേഷണം, അതിനായി CBI എത്തുമ്പോൾ അതിൽ മറഞ്ഞുകിടക്കുന്ന പല കാര്യങ്ങളും. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ആ റിപ്പോർട്ട് ഇന്ന് ബ്രേക്ക് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി SIT തലവൻ TV പ്രസാദ് അടക്കമുള്ള പ്രതിനിധികൾ നമുക്കൊപ്പം ചേരും. സിദ്ധാർത്ഥന് നീതി കിട്ടണം. സിദ്ധാർത്ഥന്റെ മരണത്തിന് മുൻപ് ഏറ്റുവാങ്ങിയ ക്രൂരമർദ്ദനം അക്കമിട്ട് നിരത്തുന്ന ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ ഉള്ളടക്കം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഫെബ്രുവരി 16 രാത്രി മുതൽ പുലരുന്നതുവരെ 18 പേർ ഹോസ്റ്റലിലെ നടുമുറ്റത്ത് അടിവസ്ത്രത്തിൽ നിർത്തി സിദ്ധാർത്ഥനെ മർദ്ദിച്ചതടക്കമുള്ള എല്ലാ വിവരങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട്. മരണകാരണം കണ്ടെത്തണമെന്നും നടന്നത് പരസ്യ വിചാരണയും മൃഗീയ പീഡനവുമാണെന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. UGCക്ക് കൈമാറിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ചത് ഞങ്ങളുടെ SIT തലവൻ TV പ്രസാദാണ്. TV പ്രസാദ് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. TV പ്രസാദ്, കൊടിയ പീഡനം എന്ന് പറഞ്ഞാൽ അതിനെ വിശേഷിപ്പിക്കുന്നത് അല്പം കുറഞ്ഞു പോകും. എന്തൊക്കെയാണ് ഒരു വിദ്യാർത്ഥിയോട് ഒപ്പമുള്ളവർ, കൂട്ടുകാർ, തലേന്ന് വരെ തോളിൽ കൈയിട്ട് നടന്നവർ ചെയ്തതെന്നുള്ളത് അക്കമിട്ട് നിരത്തുന്ന ഒരു റിപ്പോർട്ട്. നമ്മുടെയൊന്നും പഠനകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ അല്ലാത്ത കാര്യങ്ങൾ മുന്നിലേക്ക് വരുന്ന കാഴ്ചയാണ് പൂക്കോടെ ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ആത്മഹത്യ എന്ന വാക്ക് ഒരിടത്ത് പോലും അതിലില്ല എന്നതും ഞെട്ടിപ്പിക്കുന്നതല്ലേ? CBI അന്വേഷണ വഴിയിൽ എത്രത്തോളം നിർണായകമാകും ഈ കണ്ടെത്തലുകൾ? സുജയ, 22 വിദ്യാർത്ഥികൾ കണ്ടതുപോലെ പറഞ്ഞ് തയ്യാറാക്കിയ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ പുറത്തു കൊണ്ടുവന്നത്. ഫെബ്രുവരി മാസം 15 രാത്രി സിദ്ധാർത്ഥിനെ വിളിക്കുന്നത് മുതൽ തുടങ്ങി ഫെബ്രുവരി 18 ഉച്ചയ്ക്ക് സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം കോളേജിൽ നിന്ന് കൊണ്ടുപോകുന്നത് വരെയുള്ള സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. നേരത്തെ സുജയ പറഞ്ഞു വെച്ചതുപോലെ ഫെബ്രുവരി 15 അമ്മയെ വിളിച്ചു പറയുന്നു ഞാൻ വീട്ടിലേക്ക് വരികയാണ് എന്ന്. അതിനിടയിലാണ്, തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടയിലാണ് അവിടുത്തെ സഹപാഠിയായ രഹൻ ബിനോയ് വിളിക്കുന്നത് സിദ്ധാർത്ഥിനെ. അടിയന്തരമായി കോളേജിലേക്ക് വരണം, ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാനുണ്ട്. അതിന് പിന്നാലെ അഭിജിത്ത് മോഹനും വിളിച്ചതോടുകൂടി യാത്ര പിന്നീട് തിരിച്ച് കോളേജിലേക്ക് തന്നെയാക്കുന്നു. 16 രാവിലെ കോളേജിലെത്തുന്നു. 16 പകൽ ഒന്നും സംഭവിക്കുന്നില്ല. അതിൽ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിദ്ധാർത്ഥ് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത് സൗദ് റിസാൽ, മുഹമ്മദ് ഡാനിഷ്, ആദിത്യൻ എന്നിവരുടെ കൂടെയായിരുന്നു. ഈ 3 പേരുമാണ് പിന്നീട് 18 പേർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചതിൽ ഏറ്റവും പ്രധാനികളെന്നും നമ്മൾ കാണണം. അങ്ങനെ 16-ാം തീയതി പകൽ അവസാനിക്കുന്നു. രാത്രിയോടുകൂടി മർദ്ദനം തുടങ്ങുകയാണ്. ആദ്യം നേരത്തെ സൂചിപ്പിച്ച മലയുടെ മുകളിലെ വാട്ടർ ടാങ്കിനടുത്ത് വെച്ച് അവിടെ ക്രൂരമായി മർദ്ദിക്കുന്നത് 4 പേർ കമ്മിറ്റി മുമ്പാകെ സാക്ഷിമൊഴി നൽകിയിട്ടുണ്ട്. മുഹമ്മദ് ഡാനിഷും ഹാഷിമും ആദിത്യനും സൗദ് റിസാലും രഹാൻ ബിനോയിയും ദേവരാഗും ചേർന്നാണ് അവിടെ നിന്ന് മർദ്ദിച്ചത്.
അവിടെ നിന്ന് കൂട്ടി നേരെ കൊണ്ടുവന്നത് ഹോസ്റ്റൽ മുറിയിലെ 21 നമ്പർ മുറിയിലേക്ക്. അപ്പോഴേക്ക് സമയം രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. ഹോസ്റ്റൽ മുറിയിൽ എത്തിച്ചതിന് ശേഷം സംഘം ചേർന്നുള്ള മർദ്ദനമായിരുന്നു. ആരൊക്കെ മർദ്ദിച്ചത് അവരുടെ പേരൊന്നുകൂടി പ്രേക്ഷകർ കേൾക്കണം. സുജയ: സിൻജോ ജോൺസൺ, അമൽ ഇസാൻ, ആസിഫ് ഖാൻ, അരുൺ കെ, കാശിനാഥൻ, നസീഫ്, അമീൻ അക്ബർ അലി, ആദിത്യൻ, അൽത്താഫ്, ആകാശ്, ഗിരികൃഷ്ണൻ, റസീൽ അബ്ദുൾ റഹീം, അജയ്, ശ്രീഹരി, സൗദ് റിസാൽ, അതുൽ സോമൻ എന്നിവർ ചേർന്ന് മർദ്ദിച്ചു. ഈ മർദ്ദനം കണ്ടത് 6 പേരാണെന്ന് മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിൻജോ ജോൺ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് ഏറ്റവും ക്രൂരമായി സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നത്. കഴുത്തിൽ പിടിച്ച് തൂക്കി നിർത്തി സ്റ്റീൽ അലമാരയോട് ചേർത്ത് ഞെക്കിപ്പിടിച്ചു. സിദ്ധാർത്ഥ് റൂമിൽ പേടിച്ച് ഉണ്ടെന്നായിരുന്നു 57-ാം സാക്ഷിയുടെ മൊഴി. അടിവസ്ത്രം മാത്രമാണ് ധരിക്കാൻ കൊടുത്തത്. 21-ാമത്തെ മുറിയിൽ നിന്ന് അടിവസ്ത്രത്തിൽ പുറത്തേക്കിറക്കി കോറിഡോറിൽ ഓരോ വാതിലുകളും മുട്ടി ഉറങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ വിണിച്ചുണർത്തിപ്പിച്ചു സിദ്ധാർത്ഥിനെ കൊണ്ട്. അവിടെ നിന്ന് അവർ കൂട്ടം ചേർന്ന് ഈ ഹോസ്റ്റലിൻ്റെ നടുത്തളത്തിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് താൻ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് നിർബന്ധിപ്പിച്ച് പറയിപ്പിച്ചു. അതിൽ ക്ഷമാപണം നടത്തുന്നതായും പറയിപ്പിച്ചു. അതിനുശേഷമാണ് അതിഭീകരമായ മർദ്ദനം നടന്നത്. അവിടെ അടിവസ്ത്രം മാത്രമായിരുന്നു അപ്പോഴും സിദ്ധാർത്ഥ് ധരിച്ചിരുന്നത്. കൂട്ടം ചേർന്ന് പരസ്യ വിചാരണ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറ്റം ഏറ്റു പറയിപ്പിച്ചു, നിർബന്ധിച്ച് തല്ലുകയും ചവിട്ടുകയും ചെയ്തു. ബെൽറ്റും ചാർജറിൻ്റെ കേബിളുകളും ഉപയോഗിച്ച് മർദ്ദിച്ചു. ഇത് കണ്ടത് 58, 63 സാക്ഷികളാണ്. അവരാണ് മൊഴി നൽകിയതും. കാശിനാഥനാണ് പലതവണ ബെൽറ്റ് കൊണ്ടടിച്ചത്. ഇങ്ങനെ അടിക്കുന്നത് 15 പേർ മൊഴി നൽകി. സിൻജോ ജോൺസൺ മർദ്ദിച്ചത് ക്രൂരമായെന്നാണ് മൊഴി. കാലുകൊണ്ട് നെഞ്ചിലും പുറത്തും പലതവണ ചവിട്ടി. കാലിൻ്റെ വിരലുപയോഗിച്ച് നെഞ്ചിൽ ഞെരിച്ചു. നേരത്തെ മർദ്ദിച്ചവരെല്ലാം നടുത്തളത്ത് വെച്ച് വീണ്ടും മർദ്ദിച്ചു. കുനിച്ചു നിർത്തി പലതവണ പുറത്തടിച്ചു. ആകാശ് തലക്കടിച്ചു. സാങ്കല്പിക കസേരയിൽ പലതവണ ഇരുത്തി. ഇരിക്കാനാവാതെ പലതവണ സിദ്ധാർത്ഥ് നിലത്ത് വീഴുന്നുണ്ടായിരുന്നുവെന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന പലരും മൊഴി നൽകിയില്ല. 2 സീനിയർ വിദ്യാർത്ഥികൾ പറഞ്ഞു ഇനി മർദ്ദിക്കരുത്. രോഹൻ രമേശും PG വിദ്യാർത്ഥി നിതിൻ ശങ്കറും. പക്ഷേ അവരത് കേൾക്കാൻ തയ്യാറായില്ല. മർദ്ദനത്തിന് ശേഷം 1-ാം നിലയിലെ ഡോർമെട്രിയിലേക്ക് എത്തിച്ചു. അവിടെ നിന്നും മർദ്ദനം തുടർന്നു. ശരീരം നിറയെ മർദ്ദനത്തിൻ്റെ പാടുകളായിരുന്നുവെന്ന് 39-ാം സാക്ഷിയുടെ മൊഴിയുണ്ട്. കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു കട്ടിലിൽ അടുത്ത ദിവസം രാവിലെയെന്ന് മൊഴിയുണ്ട്. അതായത് ഫെബ്രുവരി 17 രാവിലെ. കഞ്ഞിവെള്ളം കുടിക്കാൻ നോക്കി. വേദന കൊണ്ട് കുടിക്കാൻ കഴിഞ്ഞില്ല. കാരണം തൊണ്ടയിൽ മുറിവുണ്ടായിരുന്നു. 17-നും 18-നും ആകെ സിദ്ധാർത്ഥിനെ കണ്ടത് ഈ മൊഴി നൽകിയവരിൽ 2 പേർ മാത്രമാണ്. 18-ന് രാവിലെ തൊണ്ടവേദനിക്കുന്നുവെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോഴും ഈ ക്രൂരമായി പെരുമാറിയ സഹപാഠികൾ ഡോക്ടറെ കാണിക്കുന്നതിനല്ല തയ്യാറായത്. പകരം മരുന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. അഭിജിത്ത് മോഹനും അഖിലും ശ്യാംകൃഷ്ണനും ഇവരാരും ഡോക്ടറെ കാണിച്ചില്ല. 18 രാവിലെ കഴിഞ്ഞതോടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിദ്ധാർത്ഥിനെ ആരും കണ്ടില്ല. പിന്നീട് സുശാന്ത് കുമാർ ബാത്റൂം തള്ളി തുറന്നു നോക്കി. സിദ്ധാർത്ഥ് തൂങ്ങിയ നിലയിലായിരുന്നു. മർദ്ദിച്ചവർ പലരും ബാത്റൂമിന് അടുത്തുള്ള മുറികളിലും മറ്റുമായി ഉണ്ടായിരുന്നു. സിൻജോ ജോൺസൺ കുട്ടികളെ ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ പോകുന്നു ആ മൊഴിയിലെ പട്ടിക. ഏറ്റവും അവസാനം വളരെ കൃത്യമായി ആൻറ്റി റാഗിംഗ് സ്ക്വാഡിലെ അധ്യാപകർ അതിൽ പറയുന്നു ഈ മരണത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം. നേരത്തെ സുജയ പറഞ്ഞു വെച്ചതുപോലെ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന് ഒരു തവണ പോലും 18 പേജുള്ള ഈ റിപ്പോർട്ടിൽ എവിടെയും എഴുതി വെച്ചിട്ടില്ല. മലമുകളിലും ഹോസ്റ്റലിൻ്റെ 21-ാം മുറിയിലും നടുത്തളത്തിലും കോറിഡോറിലും വെച്ച് ഭീകരമായി മർദ്ദിച്ചതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. പരസ്യമായ വിചാരണയാണ് നടന്നത്, മൃഗീയമായ വിചാരണയാണ് നടന്നതെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. സുജയ, ഈ റിപ്പോർട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഈ കേസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കോടതിയായാലും മറ്റ് സംവിധാനങ്ങളായാലും ആദ്യം പരിഗണിക്കുക ഈ റിപ്പോർട്ടാണ്. അത്രയേറെ വിലയേറിയ റിപ്പോർട്ടിലെ ഉള്ളടക്കമാണ് നമ്മൾ ഇന്ന് പുറത്തു കൊണ്ടുവന്നതും ഇന്ന് പ്രേക്ഷകർ കാണുന്നതും. സുജയ. ഓക്കെ, താങ്ക് യു TV പ്രസാദ്. നമുക്ക് ഇനി കേസിന്റെ അന്വേഷണം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നതിലേക്കാണ് പോകേണ്ടത്. വിവരങ്ങളുമായി ദീപക് മലയമ്മ നമുക്കൊപ്പമുണ്ട്. ദീപക് മലയമ്മ, ഈ സംഭവം നടന്നപ്പോൾ മുതൽ ആ വാർത്തയുടെ പിന്നാലെയുണ്ട് ദീപക്. ഈ കേസിന്റെ നാൾവഴികൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഘട്ടം ഏതാണ്? CBI വരുന്നതേയുള്ളൂ. അതിനു മുൻപ് ഇതുവരെ ആരൊക്കെ, ഇതിൽ ഉൾപ്പെട്ട എല്ലാവരും അതിന്റെ ഒരു പൂർണ്ണാർത്ഥത്തിൽ ഈ വലയിലേക്ക് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടോ?
സുജയ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം അതായത് FIR ഇടുന്ന സമയം മുതൽ തന്നെ വീഴ്ചകളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കൃത്യവിലോപമായി എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് 18-ാം തീയതി ഉച്ചയ്ക്ക് 12:45-നും 1:45-നും ഇടയിൽ ഇത്തരത്തിലൊരു കൃത്യം നടന്നു എന്നുള്ളത് പോലീസിന്റെ FIR-ൽ കൃത്യമായി പറയുന്നുണ്ട്. അതിനുശേഷം 1:45-നാണ് ഈ സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് ഡീൻ തന്നെ പിന്നീട് വിശദീകരിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം പോലീസ് പക്ഷേ ഈ കാര്യം അറിയുന്നത് വൈകിട്ട് 4:30-ക്കാണ് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വാദമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് നടന്നിരിക്കുന്ന എല്ലാ സംഭവങ്ങളിലും പോലീസിന്റെ ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ്. അതിൽ പരം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പോലീസിന്റെ ഫോട്ടോഗ്രാഫേഴ്സ് ഉൾപ്പെടെയുള്ള സംഘം ആ പ്രദേശത്തെത്തുകയും ഇങ്ങനെയൊരു ദുരൂഹ മരണമുണ്ടെങ്കിൽ അതിന്റെ ചിത്രീകരണം നടത്തുകയും ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഈ 18-ാം തീയതി അതിന് പോലും പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യമായി എടുത്തു കാണേണ്ടത്. മറ്റൊന്ന്, പോലീസ് FIR-ൽ പ്രാഥമിക വിവരങ്ങൾ എന്നുള്ള നിലയിൽ എഴുതി ചേർത്തിരിക്കുന്നത് നേരത്തെ TV പ്രസാദ് പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതായത് ആത്മഹത്യ എന്നുള്ളത് എവിടെയും ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ ഇല്ല എങ്കിൽ പോലീസ് കൃത്യമായി പറയുന്നുണ്ട് സിദ്ധാർത്ഥ ഏതോ മനോവിഷമം കൊണ്ട് തൂങ്ങി മരിച്ചു എന്നുള്ളത് കൃത്യമായ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ തന്നെ എഴുതി വെക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് നടന്നിരിക്കുന്ന ഓരോ സംഭവങ്ങളും നോക്കിയാൽ ആദ്യഘട്ടത്തിൽ UGCക്ക് നൽകിയ ഒരു പരാതി പ്രകാരം UGC ക്യാമ്പസിലേക്ക് 6 വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ നൽകുന്നു. ആ പേര് വിവരങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പോലീസ് ആദ്യഘട്ടത്തിൽ 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പിന്നീട് 18 എന്നുള്ള കണക്കിലേക്ക് പോലീസ് എത്തുന്നു. ഈ ഒരു ഘട്ടത്തിൽ 18-ൽ നിന്ന് കടുകിട വ്യതിചലിക്കാൻ പോലീസിന് സാധിക്കുകയും ചെയ്തിട്ടില്ല. പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് ക്യാമ്പസിനകത്ത് നിന്ന് തന്നെ ആദ്യഘട്ടം മുതലുണ്ടായ പ്രതിരോധം എങ്ങനെയാണോ ആ പ്രതിരോധം മൊഴി എന്നുള്ള നിലയിൽ തന്നെ പോലീസിന് മുൻപിൽ നിൽക്കുകയാണ്. പോലീസിന് ഈ 18 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും അവരിൽ നിന്ന് കൂടുതൽ തെളിവുകളിലേക്ക് പോകാനുള്ള അഭാവം ഉണ്ടായി എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ആ തെളിവ് ശേഖരണത്തിന്റെ സാധ്യതകൾ പോലീസ് വിട്ടുകളഞ്ഞു എന്നുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ഡിജിറ്റൽ തെളിവുകൾ കൂടി കൈവശപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം പുരോഗതിയിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള ആലോചനയിലേക്കാണ് നീങ്ങിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആകെ പോലീസിന് ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ ഈ സിദ്ധാർത്ഥ വിചാരണയ്ക്കിടയായി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങളും ഫോട്ടോയും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം ഈ 1-ാം പ്രതിയായിട്ടുള്ള സിൻജോ ജോൺസൺ അടക്കമുള്ള പ്രതികൾ വളരെ കായികമായി തന്നെ സിദ്ധാർത്ഥിനെ ആക്രമിക്കുന്ന ചില ദൃശ്യങ്ങൾ മറ്റു കുട്ടികളുടെ കൈവശമുണ്ട് എന്നുള്ള വിവരവും കൂടി ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും ഫോണുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ അത് ശേഖരിക്കുകയും അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യാനുള്ള കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ പല രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് മുൻ MLA കൽപ്പറ്റ MLA ആയിട്ടുള്ള CK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ മജിസ്ട്രേറ്റിന്റെ അടുത്തും ഒപ്പം തന്നെ കൽപ്പറ്റ DYSPയുടെ അടുത്തുമൊക്കെ ബന്ധപ്പെട്ടു എന്നുള്ള ചില വിവരങ്ങൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ ആരോപണം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള കൃത്യവിലോപങ്ങൾ കാണുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇനിയിപ്പോൾ CBIക്ക് ഈ കേസ് കൈമാറിയ പശ്ചാത്തലത്തിൽ CBI തുടക്കം മുതൽ തന്നെ ഈ കേസിന്റെ ഓരോ കാര്യങ്ങളും ഇഴകീറി പരിശോധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തുകയും പിന്നീട് ക്യാമ്പസിനകത്തളത്തിലേക്ക് കൊണ്ടുവന്ന് മൃഗീയമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവ വികാസങ്ങൾ ഓരോന്നും അക്കമിട്ട ഈ പ്രതികൾ സ്വാഭാവികമായും പറയേണ്ടി വരും. ഒപ്പം തന്നെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഏറ്റവും അടുത്ത സുഹൃത്തായി സിദ്ധാർത്ഥിന്റെ ഫോൺ ഈ മർദ്ദനം നടന്ന ദിവസങ്ങളിലൊക്കെ തന്നെ സിദ്ധാർത്ഥിന്റെ ഫോൺ കൈകാര്യം ചെയ്ത അക്ഷയ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ എന്താണ് നടന്നതെന്ന് ഇനി ഇഴകീറി CBIക്ക് മുന്നിൽ പറയേണ്ട സാഹചര്യമെന്നും ആ സാഹചര്യം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അക്ഷരാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥ ഏത് തലത്തിലാണ് ഒരു മൃഗീയമായ മർദ്ദനത്തിന് ക്രൂരമായ പീഡനത്തിന് ഇരയായത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തത ആ ക്യാമ്പസിനകത്ത് നിന്ന് പുറത്തു വരികയും ചെയ്യൂ. ഓക്കെ, താങ്ക് യു ദീപക് മലയമ്മ. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ വിവരങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ദീപക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് നടന്ന സമരങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകണം. സിദ്ധാർത്ഥന്റെ നീതി ഉറപ്പാക്കുന്നതിനായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ KSU, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് അധ്യക്ഷർ നടത്തിവന്ന 6 ദിവസത്തെ സമരം ഇന്ന് അവസാനിപ്പിച്ചു. അല്ലമീൻ നമുക്കൊപ്പം ആ വിവരങ്ങളുമായി രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അല്ലമീൻ, സമരങ്ങൾ അവസാനിപ്പിക്കുന്നത് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ തന്നെ തത്സമയം നമ്മൾ അതിലേക്ക് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും സമരമുഖത്തിറങ്ങാൻ മടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയല്ലേ പ്രതിപക്ഷ സംഘടനകൾ ഇന്ന് സമരം അവസാനിപ്പിക്കുന്നത്? ഈ വിഷയത്തിൽ CBI അന്വേഷണം എന്നുള്ള ആവശ്യം ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷം സജീവമായി ഉയർത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രിക്ക് ഈ ആവശ്യം ഉന്നയിച്ച് കത്തു നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് തെരുവിലേക്ക് സമരം വ്യാപിപ്പിച്ചത്. ആ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചരിത്രത്തിലില്ലാത്ത വിധം, അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന്റെ പോഷക സംഘടനാ അധ്യക്ഷന്മാർ ഒരുമിച്ച് സമരം നടത്തുന്ന ഒരു രീതിയിലേക്ക് പോലും പോവുകയും ചെയ്തു. ആ സമരം 6-ാം ദിവസം പിന്നിടുമ്പോഴാണ് വിഷയത്തിൽ CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറായതും അതോടെ സമരം പിൻവലിക്കുന്നതും. പക്ഷേ സമരം പിൻവലിച്ചെങ്കിലും വേണ്ടി വന്നാൽ ഇനിയും രംഗത്തേക്ക് ഇറങ്ങാനും തെരുവിലേക്ക് ഇറങ്ങാനും നിയമ പോരാട്ടത്തിലേക്ക് ഉൾപ്പെടെ
നടക്കാനും തയ്യാറാണ് എന്നുള്ളൊരു പ്രഖ്യാപനത്തോടു കൂടിയാണ് ആ സമരം കോൺഗ്രസ് പിൻവലിച്ചത്. ഇത് മാത്രമല്ല, വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളകളിൽ ഈ വിഷയം സജീവമായി ഉയർത്തുമെന്നുകൂടി പ്രതിപക്ഷം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു ഭാഗത്ത് SFIയുടെ നേതാക്കളാണ് ഇതിൽ പങ്കാളികളായത് എന്നത് കണ്ടപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണം ഈ വിഷയത്തിൽ പ്രതിപക്ഷം സജീവമാക്കിയിരുന്നു. എന്ന് മാത്രമല്ല, ഈ ഭരണത്തിന്റെ തണലിൽ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഭരണപക്ഷ MLAയുടെ ഇടപെടൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിന് പുറമെ ഇടതുപക്ഷത്തെയും CPM-നെയും കൂടി പ്രതിരോധത്തിലാക്കാനും പ്രതിപക്ഷം ഈ വിഷയം സജീവമായി തന്നെ ഉയർത്തിയിരുന്നു. വലിയൊരു രാഷ്ട്രീയ ആയുധമായി ഈ വിഷയം പ്രതിപക്ഷം ആദ്യഘട്ടം മുതൽ തന്നെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളകളിൽ ഉണ്ടാവുകയും ചെയ്യും. ഇന്നിപ്പോൾ ഈ സമരം പിൻവലിക്കുമ്പോൾ തന്നെ നേതാക്കളൊക്കെയും പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞത്, ഈ തീരുമാനം CBI അന്വേഷണത്തിലൂടെ തെളിയാൻ പോകുന്ന സത്യാവസ്ഥകൾ അത് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ SFI നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സമാനമായ അതിക്രമ സംഭവങ്ങൾ അനവധിയുണ്ട്. അതിനെല്ലാം അറുതി വരുന്നതിന് സഹായകമാകണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് സമരം പിൻവലിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും BJPയും ഒക്കെ സജീവമായിട്ടുള്ള സമരരംഗത്തുണ്ടായിരുന്നു. ഒടുവിൽ സർക്കാർ ഈ CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ എത്രത്തോളം സത്യാവസ്ഥ പുറത്തുവരും, ഈ ഉയർന്ന ആരോപണങ്ങളിൽ എത്ര കണ്ട് കഴമ്പുണ്ട് എന്ന് CBI അന്വേഷണത്തിൽ തെളിയുമെന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായിരുന്നാലും ഇനിയൊരു ഘട്ടത്തിലേക്ക് സമരത്തിലേക്ക് നീങ്ങേണ്ടി വന്നാൽ അതിനും തയ്യാറാണ് എന്ന് പ്രതിപക്ഷം കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു അൽ-അമീൻ. ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവച്ച വിവരങ്ങൾ, അതിന്റെ ഒരു തുടർച്ച വരും മണിക്കൂറുകളിലും അടുത്ത ദിവസവും ഒക്കെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കും. ക്രൂരമായ മർദ്ദനം, സാങ്കല്പിക കസേരയിൽ ഇരുത്തിക്കൊണ്ടുള്ള പരസ്യ വിചാരണ, എല്ലാവരെയും പറഞ്ഞ് വിളിച്ച് ഇറക്കി തല്ലിച്ച് ഒരാളെ മരണത്തിലെത്തിച്ചത് ആരൊക്കെയാണെങ്കിലും അവർ നിയമത്തിന് മുന്നിലേക്ക് വരണം എന്നത് മാത്രമാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ ഉദ്ദേശിച്ചത്. നീതി ഉറപ്പാക്കണം. ആ നീതി ഉറപ്പാക്കുക എന്നത് മാധ്യമ ധർമ്മമാണ്. സിദ്ധാർത്ഥന് നീതി ഉറപ്പാക്കുന്നതുവരെ ഈ പോരാട്ടത്തിൽ സിദ്ധാർത്ഥന്റെ കുടുംബത്തിനൊപ്പം, സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ആരാണോ തന്റെ മകനെ കൊന്നത് അതിന് പിന്നിലേക്ക് നീണ്ട കരങ്ങൾ ആരുടേതാണ്, അവരിലേക്ക് അന്വേഷണം എത്തണം. അതുവരെ ഈ വാർത്തയ്ക്ക് പിന്നാലെ ഞങ്ങളും ഉണ്ടാകും. ഈ പ്രത്യേക ഷോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.